മോനെ, നിന്റെ എല്ലാ തീരുമാനങ്ങളും മാറ്റിക്കും. വിദ്യാഭ്യാസവും വിവരവും പാചകവും ഒന്നും ഇനി നോക്കണ്ട. എന്നുവെച്ചാ ഒരു IT ജോലിക്കാരിയെ ഇനി വേണ്ടാന്ന്. നമുക്കേ ആ പാചകക്കാരിയെ മതി മോനെ, അമൃതയെ. അമ്മ ഇതെന്താ പറയുന്നേ? അവളെ മാത്രം മതി നിനക്ക്. അമ്മയ്ക്ക് ഇതെന്തു പറ്റി? പെട്ടെന്നെന്താ ഒരു മനംമാറ്റം? എടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ദേ, ഇതെന്നെ അറിയിക്കാതെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ നിന്റെ അച്ഛൻ? ഇതെന്താ? ദേ, വായിച്ചു നോക്ക്. ഒരു ഉൾവിളി പോലെ അവസാനത്തെ മക്കളെ ഗർഭിണിയായിരിക്കുമ്പോഴേ രേണുക എഴുതി വെച്ച വിൽപ്പത്ര. എന്റെ പേരിൽ പാരമ്പര്യമായി കിട്ടിയ മേൽപ്പറഞ്ഞ ഭൂമിയും അതിൽ മുതൽ മുടക്കി പണിത കെട്ടിടവും എന്റെ മൂത്ത മകൾ അമൃതയ്ക്ക് സ്വമേധയാ ഞാൻ എഴുതി തീർപ്പ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ, ഹോട്ടൽ പഞ്ചരത്ന ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും അമൃതയുടെ പേരില. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. വിശ്വസിച്ച പറ്റൂ. ഇതേ വിൽപ്പത്ര. നിന്റെ അച്ഛൻ നമ്മളോടൊന്നും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ പിന്നെ അതിന്റെ കൂടെ ചേർന്ന് കിടക്കുന്ന ബാക്കി 50 സെന്റോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അമൃതയുടെ പേരിൽ തന്നെയാ അതും വാങ്ങിച്ചിരിക്കുന്നേ. ഈ ലോണൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് എല്ലാം മൂത്തവളുടെ പേരിലാ എഴുതിയിരിക്കുന്നേ. ഷോപ്പിംഗ് മാള് കെട്ടാൻ 1 ഏക്കർ ഭൂമി മതിയാവോ? കണ്ണായ സ്ഥലത്താ ഹോട്ടൽ പഞ്ചരത്നം 1 ഏക്കറിൽ കിടക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ആ സ്വത്ത് 5 പൈസ മുതൽ മുടക്കില്ലാതെ നിന്റെ കയ്യിൽ വരും. അമൃതയെ നീ കെട്ടിയാൽ. ഇത്രയും പോരെ മോനെ നമുക്ക്? ഇനി അഥവാ ഷോപ്പിംഗ് മാള് വാങ്ങാൻ നിനക്ക് 1 ഏക്കർ പോരെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും അങ്ങ് വാങ്ങിക്കേ. അതൊക്കെ വിൽക്കാൻ ഇട്ടിരിക്കുന്നതാ. മോനെ, അമ്മ പറയുന്നത് കേക്കട. വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട, ഗവൺമെന്റ് ജോലിയും നോക്കണ്ട. ദേ, കണ്ടാ കൊള്ളാവുന്ന പെണ്ണായി അമൃത. അത് മാത്രോ, ഹോട്ടല് നടത്തി നല്ല കാര്യഗൗരവവും ബുദ്ധിയും ഉണ്ട് അവക്ക്. അതൊരു കോളേജിൽ പോയാലും പഠിക്കാൻ പറ്റൂല. നീ എന്തുവാടാ എണീറ്റ് നിന്ന് ആലോചിക്കുന്നേ? വേറെ ഒരു അവകാശികളും ഇല്ലാത്ത ആ സ്ഥലത്തിന് ബാക്കി 4 എണ്ണത്തിനും ഈ വിൽപ്പത്രം അനുസരിച്ച് നിയമപരമായി സ്വത്തിൽ ഒരു അവകാശവും ഇല്ല. സ്വത്തിന് അവകാശം കാണില്ല, പക്ഷേ മനസ്സിലായി. നീയൊരു ഭയങ്കരം തന്നെ. അനിയത്തിമാരുടെ സംരക്ഷണവും കെട്ടിച്ചുവിടലും അതൊക്കെ ബാധ്യതയാവൂന്നുള്ള പേടിയല്ലേ നിനക്ക്? അവരെ ഒഴിവാക്കി വിടുന്ന കാര്യം നീ എനിക്ക് വിട്, അത് അമ്മ ഏറ്റു. നീ അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. എടാ, ആ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ ഉടൻ തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. നിന്റെ അച്ഛനോട് അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്ന് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഒരിക്കലും നിന്റെ അച്ഛൻ അറിയരുത്. ഞാൻ ഏതായാലും ഒരിക്കലും അത് പറയില്ല. ഞാൻ ഒട്ടും പറയില്ല. ദാ, നമ്മളോട് രഹസ്യമാക്കി വെച്ചതാ ഈ വിൽപ്പത്രം. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി.